ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫീത. ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതലുള്ള ആ ഒരു പോർഷൻ കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കുട്ടികൾക്ക് എടുത്തിരുന്ന, അതായത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കുട്ടികൾക്ക് എടുത്തു കൊടുത്തതിൻ്റെ ബാക്കി പോർഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം പേൺസെയ്ന എന്ന് പറയുന്ന കളറ്, അതായത് ആക്രലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ പേൺസെയ്ന എന്ന് പറയുന്ന കളറാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ട്രഡീഷണൽ ടച്ചുള്ള രീതിയിൽ, ഇപ്പോൾ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പേൺസെയ്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടെർമറിക് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും, അത് കൊടുക്കാം. അതേപോലെ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രീനും വൈറ്റും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടെർക്കോയ്സ് അല്ലെങ്കിൽ ഒരു ടീൽ ടച്ചുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ പോലത്തെ ഒരു കളർ കിട്ടും, അത് നമുക്ക് സ്കിന്നിന് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചില പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സേജ് ഗ്രീൻ ആണ്. പിന്നെ ഈ മയിൽപീലിൻ്റെ പോർഷനിലൊക്കെ നമ്മൾ കുറച്ച് ബോൾഡായിട്ടുള്ള ഗ്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ ബേസ് കൊടുത്തതിന് ശേഷം ആ കളറിലേക്ക് കുറച്ച് പേൺസെയ്ന ആഡ് ചെയ്തിട്ട് ഡാർക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഷാഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഫൈനലായിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. ഈ ഒരു ആർട്ടിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഫസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊടുത്തിട്ട് പിന്നെയാണ് ഡാർക്കിലേക്ക് വരിക. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ആദ്യം കുറച്ച് പോർഷനൊക്കെ നമ്മൾ ഡാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പോർഷൻ കാണിച്ചു പിന്നെ സ്കിപ്പ് ചെയ്ത് അടുത്തത് അങ്ങനെയല്ലേ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ട്രഡീഷണൽ രീതിയിലാണോ ഈ ഒരു ആർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലൈസ്ഡ് വേർഷൻ ആയിരിക്കും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിങ്? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.